സുൽത്താൻ ബത്തേരി എന്നുള്ള നിയമസഭാംഗം IC ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം മാഷേ. താങ്കൾ അവിടെ ചേർന്നിട്ടില്ല, താങ്കൾ ഓൺ ദ വേ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് താങ്കൾക്ക് ലഭിച്ചുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ? നമ്മൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങിപ്പോയ വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത്. വളരെ വളരെ ഗൗരവമുള്ള ദുഃഖകരമായ ഒരു സംഭവമാണ് ചൂരൽമല ഉണ്ടായിട്ടുള്ളത്. കാരണം പുത്തുമല സംഭവം ഉണ്ടായതിന്റെ തൊട്ടടുത്തു തന്നെയാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അവിടുന്ന് കിട്ടുന്ന വിവരം, കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ അവിടെ മദ്രസിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറെ ആളുകൾ വീടിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അവിടുന്ന് കിട്ടുന്ന ന്യൂസ് ബാലകൃഷ്ണൻ MLA ഒരു കാര്യം, അതായത് ഈ വീടിനുള്ളിൽ കുടുങ്ങിപ്പോയ ചില പ്രദേശവാസികൾ നമ്മുടെ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ വീട്ടിന്റെ ഉള്ളിൽ വലിയ പാറക്കൂട്ടങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം ഇതിന്റെ അടിയിലും ഇതിന്റെ സൈഡിലും ഒക്കെ പെട്ടുപോയ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ആ മതിലിടിച്ച് തകർത്തവരെ രക്ഷപ്പെടുത്താനോ മേൽക്കൂര തകർത്ത് കൊണ്ടുവരാനോ ഒരു പണിയായുധം അവിടെ ഇല്ലെന്നുള്ളതാണ്. എന്താണ് അതിനൊരു വഴി? ഒരു ആയുധം അവിടെ ഇല്ല. കണക്ഷൻ വിട്ടുകിടക്കാണ്. ഇവിടെ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, സേനയുടെ സേവനം വളരെ കറക്റ്റായിട്ട് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് അവിടെ, ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരൊരു ഉമ്മയും ഉപ്പയും മരിച്ചു കിടക്കുക. അതിൻ്റെ അകത്ത് മകൻ, ഇവന്റെ കാല് ഒരു കല്ലിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. വളരെ ഭീകരാന്തരീക്ഷമാണ്, ഗൗരവമുള്ള ഭീകരാന്തരീക്ഷമാണ്. മാത്രമല്ല ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് 3 കുട്ടികളുടെ ബോഡി ഏതാണ്ട് ചാലിയാർ പുഴയിലെത്തി എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു നിലമ്പൂരെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അപ്പോ നിരവധി സൈന്യം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു. സൈന്യം എത്തിച്ചേരുന്നതിന്റെ വല്ല വാർത്തകളും താങ്കൾക്ക് ലഭിച്ചോ? ഒന്നും ലഭിച്ചിട്ടില്ല, ഒരു കാര്യം ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള് വളരെ ഗൗരവത്തിൽ ഇതിനകത്ത് ഇടപെട്ട് ഈ സേനാംഗങ്ങളെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള വളരെ ഗൗരവമായി ഉള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്ക് ചൂരൽമലയിൽ ആവശ്യം. മാത്രമല്ല അവിടെ അങ്ങോട്ട് കടക്കാനേ കഴിയുന്നില്ല എന്നുള്ളതാണ് സൂചന. അപ്പോ ഒരു മേഖല മുഴുവനും ഒറ്റപ്പെട്ട് കിടക്കുക. ഇന്ന് വയനാട് ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം കുറ്റ്യാടി ചുരം ബ്ലോക്ക്, താമരശ്ശേരി ചുരം മണ്ണിടിഞ്ഞിട്ട് ഒരു സൈഡ് കൂടി മാത്രം ഓരോ ഭാഗങ്ങൾ കടത്തിവിടുന്നു. ഞാനതിന് ശേഷം തിരിച്ചിപ്പോ ഈ നാടുകാണി വഴി പോകാമെന്ന് കരുതി ഇതുവഴിയാണ് ഇപ്പോൾ പോകുന്നത് അവിടെ എത്താൻ വേണ്ടി. താങ്ക് യു ശ്രീ IC ബാലകൃഷ്ണൻ. താങ്കൾ എന്തെങ്കിലും വിവരം ലഭിക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾ വിളിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് പ്രോഗ്രാം.